أعوذ بالله من الشيطان الرجيم إن الذين سبقت لهم منا الحسنى أولئك عنها مبعدون لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ നല്ല ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ പല ആളുകളും പല നിലക്കുമുള്ള വെപ്രാളത്തിലും ഭയപ്പാടിലുമായി നിൽക്കുമ്പോൾ ചില പ്രത്യേകം വിഭാഗം ആളുകൾക്ക് അവർ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ചില സവിശേഷതകളും പ്രത്യേകമായ ചില പരിഗണനകളും നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനുള്ള ശ്രമമാണ് ഈ ലോകത്ത് നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുഖ്റുഫിലൂടെ അല്ലാഹു തആല പറയുകയാണ്, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. യാ ഇബാദി, എൻ്റെ അടിമകളെ. എല്ലാവരും അല്ലാഹുവിന്റെ അടിമകൾ തന്നെയാണ്. പക്ഷെ അവിടെയുള്ള ഈ വിളി അത് ചില പ്രത്യേകം ആളുകളെയാണ്. എൻ്റെ അടിമകളെ, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. ഇന്ന് നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല, ഇന്ന് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതില്ല. അവരാരാണ്? അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ. നമ്മുടെ വചനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും അത് വിശ്വസിക്കുകയും അങ്ങനെ അതനുസരിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുകയും ചെയ്തവനാരോ, അങ്ങനെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അവന്റെ അടിമയായിക്കൊണ്ട് യഥാർത്ഥ ദാസന്മാരായിക്കൊണ്ട് ജീവിച്ച ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം വിളിച്ചു പറയാണ്, നിങ്ങൾ ഇന്ന് ഭയപ്പെടേണ്ടതില്ല, ഇന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു തആല പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ആരാ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി വ്യക്തി ജീവിതത്തിലും അവന്റെ രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാം അല്ലാഹുവിനെ ഭയപ്പെട്ട് നല്ല പരിപൂർണ്ണ മുത്തഖിയായി ജീവിച്ചാൽ അവന്റെ പേരാണ് വലി എന്നുള്ളത്. അത് ആർക്കും ആകാം. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്ക് ഭയപ്പെടേണ്ടതില്ല. ചില ആളുകൾ ഈ ആയത്തിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അവർ നമസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നോമ്പെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയി ഔലിയാക്കന്മാരെയും ഈ ആയത്തുകളെയും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളും സമൂഹത്തിലുണ്ട്. ഇതൊന്നുമല്ല. ശരിക്കും നമസ്കരിച്ച, ശരിക്കും നോമ്പെടുത്ത, കണ്ണിനെയും കാതിനെയും നാവിനെയും എല്ലാം സംരക്ഷിച്ച് യഥാർത്ഥ മുത്തഖിയായി ജീവിച്ചാൽ പരലോകത്ത് അല്ലാഹു നൽകാൻ പോകുന്ന പ്രത്യേകമായ പരിഗണനയാണ് ഈ പറയുന്നത്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവൻ ദുഃഖിക്കേണ്ടതില്ല, അവർ ഭയപ്പെടേണ്ടതുമില്ല. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈമാനുള്ളവർ. അപ്പൊ ഈമാനുള്ള എല്ലാവർക്കും ഔലിയാകാം. വകാനൂ യത്തഖൂൻ, അവർ തഖ്വയോടുകൂടി ജീവിച്ചിരിക്കുന്നവരുമായിരുന്നു. അപ്പോ അങ്ങനെയാണ് വലിയന്റെ സ്ഥാനത്തേക്ക് എത്തുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അവർക്ക് ഇഹലോകത്തും സന്തോഷമുണ്ട്, പരലോകത്തും സന്തോഷ വാർത്തയുണ്ട്. അപ്പൊ അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല എന്നർത്ഥം. എന്തേ കാരണം? അവരുടെ ഹൃദയങ്ങൾ പിടക്കുന്നവയായിരുന്നു ഈ ലോകത്ത്. അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ അവർ ഒതുങ്ങി നിലനിൽക്കൊള്ളുന്നവരായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടോ ലംഘിച്ചുകൊണ്ടോ മറ്റൊരു ജീവിതം അവർക്കുണ്ടായിരുന്നില്ല. അപ്പൊ റബ്ബിനെ കുറിച്ചുള്ള ഭയത്തിലും
അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയിലും രാത്രികളും പകലുകളും നമസ്കാരങ്ങളിലും നോമ്പുകളിലും സക്കാത്തുകളിലും ദിക്റുകളിലും ദുആകളിലുമായി കഴിച്ചുകൂട്ടിയ ആളുകൾ, അവരാണ് ഔലിയാക്കന്മാർ. അവരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാ, പ്രത്യേകം പരിഗണന അവർക്കുണ്ട്. കാരണം ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, മുഖം ചുളിച്ചു കളയുന്ന ദുസ്സഹമായ ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു അവർ ഈ ലോകത്ത് ജീവിച്ചിരുന്നത്. അതിന്റെ ഫലമായി കൊണ്ട് فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. ഈ ഒരു നല്ല സ്വഭാവം ഈ ലോകത്ത് സ്വീകരിച്ചപ്പോ അവർ ആ ദിവസത്തിന്റെ ഷർറുകളിൽ നിന്ന്, ആ ദിവസത്തിന്റെ ഭയപ്പാടുകളിൽ നിന്ന്, അതിന്റെ ആ വേവലാതികളിൽ നിന്ന് അല്ലാഹു തആല ഇവർക്ക് മോചനം നൽകുകയാണ്. ഒപ്പം വലഖാഹും നളറത വസുറൂറാ, അവർക്ക് ഒരു പ്രസന്നതയുണ്ട്, ഒരു സന്തോഷമുണ്ട് അവരിൽ. വജസാഹും ബിമാ സബറു ജന്നത്തൻ വഹരീറാ, ഈ ലോകത്തെ ക്ഷമിച്ചതിന്റെ പേരിൽ സ്വർഗവും പട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലമായി നൽകുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ആളുകൾ ആരാണവർ? ചില പ്രത്യേകമായ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പഠിപ്പിക്കുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വഭാവങ്ങളും ആ വിശ്വാസങ്ങളും ആ ആചാരങ്ങളും നമ്മിൽ ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് രക്ഷയുണ്ടാവുകയുള്ളൂ. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, സബഅത്തുൻ യുലില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലും ഇല്ലാത്ത ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തണൽ നൽകി സഹായിക്കുന്ന 7 വിഭാഗം ആളുകൾ. ഒന്ന് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഇമാമ്. വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, സുന്നത്ത് നോമ്പുകളും മറ്റുള്ള സുന്നത്തായ കർമ്മങ്ങളുമൊക്കെ പ്രായം ചെന്ന് വയസ്സായി ഇനി ഒരു തെറ്റും ചെയ്യാൻ കഴിയരുത്, ആ പ്രായത്തിലേക്ക് എത്തട്ടെ എന്ന് കരുതി കാത്തു നിൽക്കാതെ യുവത്വം മുതലേ തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ കഴിച്ചുകൂട്ടിയ നല്ലവരായ ചെറുപ്പക്കാർ, യുവാക്കളായ ആളുകൾ. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി, മൂന്നാമത്തേത് പള്ളികളുമായി ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ. എല്ലാ ജമാഅത്തുകൾക്കും പള്ളിയിലുണ്ട്. എല്ലാ നമസ്കാരത്തിനും അപ്പുറം ഇപ്പുറമുള്ള സുന്നത്തുകൾ അവർ കൃത്യമായി വീട്ടിൽ നിന്ന് നിർവഹിക്കുന്നു. അങ്ങനെ പള്ളിയിലേക്ക് വരുന്നു. ഒരു ബാങ്ക് കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ ഉടനെ ജമാഅത്തിലേക്ക് വന്നെത്തിച്ചേരുന്നു. ഒരു ജമാഅത്ത് കഴിഞ്ഞാൽ അടുത്ത ജമാഅത്തിനെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയങ്ങൾ ബന്ധിപ്പിക്കപ്പെട്ട ആളുകൾ. വറജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖാ അലൈഹി, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നു, ആ അല്ലാഹുവിന് വേണ്ടി പരസ്പരം യോജിക്കുന്നു. അല്ലാഹുവിന് വേണ്ടി ചിലപ്പോൾ വെറുക്കേണ്ടി വരുന്നു, അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം മാറിപ്പോകുന്നു. അങ്ങനെ റബ്ബിന് വേണ്ടി സ്നേഹിക്കുകയും ഒന്നിക്കുകയും റബ്ബിന് വേണ്ടി വേർപിരിയുകയും ചെയ്യുന്ന ആളുകൾ. വറജുലുൻ തലബതു ഇംറഅത്തുൻ ദാതു മൻസബിൻ വജമാൽ, സൗന്ദര്യമുള്ള ഒരു സ്ത്രീ, നാട്ടിൽ എന്തു ചെയ്താലും ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഒരു സ്ത്രീ. കാരണം അധികാരം കൊണ്ടോ മറ്റുള്ള സ്ഥാനമാനങ്ങൾ കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാകും. അപ്പൊ അവർ എന്ത് തെറ്റ് ചെയ്താലും ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. അങ്ങനത്തെ സ്ത്രീകൾ ഒരു പുരുഷനെ ക്ഷണിക്കുന്നു. ആ സ്ത്രീ ക്ഷണിക്കുമ്പോൾ ആ യുവാവ് പറയാണ്, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ് എന്ന് പറഞ്ഞ് മാറി നിന്ന പുരുഷനും. വറജുലുൻ തസദ്ദഖ ഫഅഖ്ഫാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, സദഖ കൊടുക്കുകയാണ്, അത് മറച്ചുവെക്കുകയാണ്, ഗോപ്യമാക്കുകയാണ്. വലതു കൈ കൊണ്ട് ചെലവഴിക്കുന്നത് ഇടതു കൈ പോലും അറിയുന്നില്ല, അത്രത്തോളം ഗോപ്യമാക്കുന്ന ആളുകൾ. ഏഴാമത്തേത് വറജുലുൻ ദഖറല്ലാഹ ഖാലിയാ ഫഫാലത് ഐനാഹു, തനിച്ചിരുന്നു കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നു. തന്റെ ഖബറും ആ ഖബറിൽ അല്ലാഹു വെച്ച സംവിധാനങ്ങളും രക്ഷാശിക്ഷകളും ഖിയാമത്ത് നാളും പരലോകവും നരകവും സ്വർഗവും, അങ്ങനെ തന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ച് അവന്റെ മഹാത്മ്യത്തെ കുറിച്ച് എല്ലാം ആലോചിച്ച് ഫഫാലത് ഐനാഹു, അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയാൽ ഇങ്ങനെ 7 വിഭാഗം ആളുകളെ കുറിച്ച് ഒരു ഹദീസിൽ വരുന്നു. അവർക്ക് എന്താ ഉള്ളത്? യുലില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, എല്ലാ ആളുകളും ഉയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോ, പ്രയാസത്തോടു കൂടി നിൽക്കുമ്പോ, വസ്ത്രമില്ലാതെ നിൽക്കുമ്പോ ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ തണൽ നൽകുകയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ അൻലറ മുഅസിറൻ ഔ വലഅ അൻഹു
അല്ലല്ലാഹു ഫീ ളില്ലിഹി, കടം വാങ്ങിയ ഒരാൾ, ഒരു വ്യക്തി നമ്മളിൽ നിന്ന് കടം വാങ്ങി, ആ വ്യക്തിക്ക് അത് പെട്ടെന്ന് തിരിച്ചു തരാൻ കഴിയുന്നില്ല, അവൻ സമയം നീട്ടിക്കൊടുക്കുകയാണ്. അവധി നമ്മൾ നീട്ടിക്കൊടുത്താൽ ഔ വലഅ അൻഹു, അല്ല തീരെ തരാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അല്ലല്ലാഹു ഫീ ളില്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അല്ലാഹുവിന്റെ തണൽ ഈ വ്യക്തിക്കും നൽകുമെന്ന് വേറെ ചില ഹദീസുകളും കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ സ്വഭാവങ്ങളാണ് നമ്മിൽ ഉണ്ടായിത്തീരേണ്ടത്. പരലോകത്ത് ഇതൊക്കെ നമുക്ക് രക്ഷ നൽകുന്ന കാര്യങ്ങളുള്ളൂ. വേറെയുള്ള ആളുകളോ സമ്പത്തോ കുടുംബമോ അയൽവാസികളോ ഒന്നും ഉപകാരപ്പെടാത്ത ദിവസമാണ് പരലോകമെന്ന് നമുക്കൊക്കെ അറിയാം. ഇനി നോക്കൂ, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിലൂടെ വേറെ ചില കാര്യങ്ങൾ. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയാ, ദുനിയാവിൽ ഒരു മുഅ്മിൻ അനുഭവിക്കുന്ന പ്രയാസം, അത് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, കുടുംബപരമായ പല വിഷയങ്ങളുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസത്തിൽ ഒരു ഇളവുണ്ടാക്കാൻ നമ്മൾ സഹായിച്ചാൽ, ആ പ്രയാസം ദൂരീകരിച്ചു കൊടുത്താൽ, ചിലപ്പോൾ നമ്മുടെ ഇടപെടലുകളിലൂടെ, നമ്മുടെ ഒരു ഉപദേശത്തിലൂടെ, നമ്മുടെ ഒരു സഹായത്തിലൂടെ, അല്ലെങ്കിൽ സാമ്പത്തികമായ നമ്മുടെ ഒരു ഇടപെടലിലൂടെ ഏതെങ്കിലും നിലക്ക് അവൻ അനുഭവിക്കുന്ന ആ പ്രയാസത്തെ നീക്കിക്കൊടുത്താൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഈ വ്യക്തിക്ക് ആശ്വാസവും സമാധാനവും നൽകും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിക്ക് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹദീസ്, കടം വാങ്ങിയ ആളുകൾക്ക് അവധി നീട്ടിക്കൊടുക്കുകയോ സമയം നീട്ടിക്കൊടുക്കുകയോ ചെയ്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും അല്ലാഹു തആല അവന്റെ കാര്യങ്ങളിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കും. വമൻ സത്തറ മുസ്ലിമ, ഒരു മുസ്ലിമിന്റെ ന്യൂനതയെ, ഒരു മുസ്ലിമിന്റെ പോരായ്മയെ വല്ലവനും മറച്ചുവെച്ചാൽ സതറഹുല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും ആ മറച്ചുവെക്കുന്നവന്റെ ന്യൂനതകളെ പോരായ്മകളെ അല്ലാഹു തആല മറച്ചുവെക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദ്, അല്ലാഹു ഒരു അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ഒരു അടിമ തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം സമയം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം, ഞാനും എന്റെ കാര്യവും, ഞാനും എന്റെ പള്ളിയും, ഞാനും എന്റെ ദിക്റും, ഞാനും എന്റെ ദുആയും എന്നതിനപ്പുറം, അത് വേണ്ട എന്നല്ല, അത് വിശ്വാസിയുടെ ബാധ്യതകളാണ്, നിർബന്ധ കടമയും കൂടിയാണ്. അതിനപ്പുറം സമൂഹവുമായി ഇടപഴകുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുക, അത് നിവർത്തിച്ചു കൊടുക്കുക, അതിനുവേണ്ടി സമയം ചിലവഴിച്ചാലും ശരി, അത് നാളെ പരലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന്, അവന്റെ പരലോകത്തൊരു ആശ്വാസത്തിന് കാരണമാണ് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, അൻ അനസിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ നസറ അഖാഹു, ഒരു വ്യക്തി തന്റെ സഹോദരനെ സഹായിച്ചാൽ ബിളഹിരിൽ ഗൈബ്, അവന്റെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി മറഞ്ഞ നിലക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അവരിൽ നിന്ന് ഇങ്ങോട്ട് വല്ലതും കിട്ടാനല്ല, അല്ലെങ്കിൽ എന്റെ ഒരു ആവശ്യം വരുമ്പോൾ അവൻ എന്നെ ഇങ്ങോട്ട് സഹായിക്കാനുമല്ല, മറിച്ച് ആത്മാർത്ഥതയോടെ അല്ലാഹുവിന് വേണ്ടി മനസ്സുകൊണ്ട് സഹായിച്ചാൽ നസറഹുല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ, ഈ വ്യക്തിയെ ഇഹലോകത്തും അല്ലാഹു സഹായിക്കും, പരലോകത്തും അല്ലാഹു തആല സഹായിക്കും. അപ്പൊ പരലോകത്ത് ആളുകൾ പ്രയാസത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ റബ്ബിന്റെ പ്രത്യേക സഹായം ലഭിക്കുന്ന, പരിഗണന ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ ഹദീസുകളിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ചില വിഷയങ്ങൾ പറയുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിരിൻ മിൻ നൂർ, നീതി കാണിക്കുന്ന ആളുകൾ, നീതി കാണിക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ നേതൃത്വം വഹിച്ച ആളുകളുണ്ട്, അതേപോലെ തന്നെ പള്ളികളുടെയും മദ്രസകളുടെയും എല്ലാം സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, ഒരു കൗമിന്റെ നേതൃത്വം ഏറ്റെടുത്ത ആളുകളുണ്ട്, ആരോ ആകട്ടെ, ഒപ്പം കുടുംബത്തിലെ കുടുംബനാഥന്മാരുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൈകാര്യം നമ്മുടെ കയ്യിൽ വരുമ്പോ അവിടെ നീതി കാണിക്കുക എന്നുള്ളത് ഒരു അനിവാര്യമായ ഘടകമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ. ഇത്തരം സന്ദർഭങ്ങളിൽ ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിരിൻ മിൻ നൂർ, പ്രകാശ ഗോപുരങ്ങളിലായിരിക്കും. എന്താണ് അതിന്റെ രൂപം, എന്താണ് അതിന്റെ അവസ്ഥ, അതൊന്നും നമുക്കറിയില്ല.
നീതി കാണിക്കുന്ന ആളുകൾ നാളെ റബ്ബിന്റെ അടുക്കൽ അവർ പ്രകാശത്തിന്റെ ഗോപുരങ്ങളിലായിരിക്കും. അൻ യമീനിർ റഹ്മാൻ, അതും റഹ്മാനായ അള്ളാഹുവിന്റെ വലതുഭാഗത്ത് റബ്ബിനോട് ചേർന്നായിരിക്കും അവരുണ്ടായിരിക്കുക. വകിൽതാ യദൈഹി യമീൻ, അള്ളാഹുവിന്റെ രണ്ട് കൈകളും വലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ചില ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ രണ്ടു കൈ എന്ന് പറഞ്ഞിട്ട്. അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട്. അള്ളാഹുവിന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ കൈകൾ നമ്മുടെ കൈകൾ പോലെയല്ല. അള്ളാഹുവിന്റെ ഒരു സിഫത്തും സൃഷ്ടികളുടെ ഒരു സിഫത്തും പോലെയല്ല. ഹദീസിൽ കാണാം അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട്. ആ കൈയിന്റെ രൂപം എന്താണ്, അതിനവസ്ഥ എന്താ, അത് നമുക്കൊന്നും അറിയില്ല. കാരണം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ ഹദീസിലുണ്ട് അള്ളാഹുവിന്റെ വലതുഭാഗത്തായിക്കൊണ്ട് ഈ പറയുന്ന മുഖസുദ്ധീയങ്ങളായ നീതിമാന്മാരായ ആളുകൾ ഉണ്ടാകും. എന്നിട്ട് പറയാണ് വകിൽതാ യദൈഹി യമീൻ. അപ്പൊ അള്ളാന്റെ വലതുഭാഗത്ത് എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ചിലപ്പോൾ സംശയം വരും, അപ്പൊ ഇടത് വേറുണ്ടെന്ന്. അള്ളാഹ്ക്ക് അങ്ങനെ ഇടത് എന്ന ഒന്നില്ല. കിൽതാ യദൈഹി യമീൻ, അള്ളാഹുവിന്റെ രണ്ട് കൈകളും വലതാണ്. അതെങ്ങനെയാ അറിയില്ല, അതൊന്നും അറിയില്ല. അത് അള്ളാഹിനെ പറ്റി അങ്ങനെ പരിചയപ്പെടുത്തി തന്നാൽ ആ നിനക്ക് വിശ്വസിക്കുക. എന്നിട്ട് പ്രവാചക ശ്വാസം പറയുന്നു അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഹ്ലിഹിം വമാ വല്ലൗ. ആരാണ് നീതിമാന്മാർ? ആർക്കാണ് ഈ പ്രത്യേകമായ പരിഗണനയുള്ളത്? ഒന്ന്, തങ്ങളുടെ വിധികളിൽ നീതി കാണിക്കുന്ന ആളുകൾ. ചിലപ്പോൾ മധ്യസ്ഥം പറയാൻ വേണ്ടി ആളുകളെ വിളിക്കും. അവിടെ ആളെ നോക്കിയോ പണം നോക്കിയോ മറ്റുള്ളത് നോക്കിയോ വിധി നിർണയിച്ചാൽ അത് റബ്ബിന്റെ അടുക്കൽ വേറെ ശിക്ഷയ്ക്ക് കാരണമായി തീരും. അതേ സ്ഥാനത്ത് അവിടെ നീതി കാണിച്ചാൽ വഹിലിഹിം, തന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നീതി കാണിക്കുന്ന ആളുകൾ, ഒമാ വല്ലൗ, അധികാരം ഏറ്റെടുത്ത വിഷയങ്ങൾ നീതി കാണിച്ചാൽ അവർ അള്ളാഹുവിന്റെ വലതുഭാഗത്തായിരിക്കും പ്രകാശ ഗോപുരങ്ങളിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതേപോലെ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണന ലഭിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളാണ് അശ്ശുഹദാ. ശുഹദാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളാകുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഈ ഷഹീദ് ഇൻദല്ലാഹി സിത്തു ഖിസാൽ, ഒരു ഷഹീദിന് അള്ളാഹുവിന്റെ അടുക്കൽ 6 സവിശേഷതകളുണ്ട്. ഒന്ന്, യുഗ്ഫറു ലഹു ഫി അവ്വലി ദഫഅ, ആദ്യ നിമിഷത്തോടു കൂടി തന്നെ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. വയറാ മഖ്അദഹു മിനൽ ജന്ന, അവൻ തന്റെ സ്വർഗ്ഗത്തിലെ ഇരിപ്പിടം അവൻ കാണുന്നതാണ്. വയുജാറു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അവന് മോചനം ലഭിക്കുന്നതാണ്. വയഉമനു മിനൽ ഫസ്ഇൽ അക്ബർ, അന്ത്യത്തിൽ വരാനിരിക്കുന്ന ആ ഭയാനകരമായ ആ ശബ്ദ പ്രയാസങ്ങളിൽ നിന്ന് അവന് നിർഭയത്തിൽ ലഭിക്കുന്നതാണ്. വയൂലഹു അലാ റഅസിഹി താജുൽ വഖാർ, അവന്റെ തലയിൽ നാളെ ആ ബഹുമാനത്തിന്റെ ആഡംബരത്തിന്റെ ഒരു കിരീടം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കും. അൽ യാഖൂതതു മിൻഹു ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, ആ കിരീടത്തിലെ ഒരു മുത്ത് ഈ ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഉത്തമമാണ്. വയുസവ്വിജു ഹിംതൈനി വസബഈന സൗജതൻ മിൻ ഹൂറിൽ ഐൻ, ഹൂറുൽ ഐനുകളിൽ നിന്ന് 72 സ്ത്രീകളുമായും അവന്റെ വിവാഹം അല്ലാഹു തആല നടത്തി കൊടുക്കും. വയശ്ഫഉ ഫീ സബഈന മിൻ അഖ്രിബായിഹി, അവന്റെ കുടുംബത്തിലെ 70 ആളുകളുടെ ശഫാഅത്ത് പ്രാർത്ഥന ആ വ്യക്തിക്ക് വേണ്ടി സ്വീകരിക്കപ്പെടും. ഇങ്ങനെ 6 സവിശേഷതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഷഹീദിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറിവേൽക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുക അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകമായ പരിഗണന ലഭിക്കുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി, മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം. ലാ യുക്ലമു അഹദുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ സബീലിൽ യുദ്ധക്കളങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വ്യക്തിക്ക് ഒരു മുറിവേറ്റാൽ വല്ലാഹു അഅലമു ബിമൻ യുക്ലമു ഫീ സബീലിഹി, അള്ളാഹ്ക്കറിയാം ആർക്കാണത് ഉണ്ടാവുക എന്ന്, അവരെ കുറിച്ച് അവൻ നന്നായി അറിയുന്നവനാണ്. അങ്ങനെ വല്ലവന് മുറിവേറ്റാലും ഇല്ലാ ജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരുമ്പോൾ അല്ലൗനു ലൗനുദ്ദം, അവന്റെ നിറം രക്തത്തിന്റെ നിറമായി, രക്തത്തിന്റെ നിറമായിരിക്കും. വരീഹു റീഹുൽ മിസ്ക്, അവനിൽ നിന്ന് വരുന്ന സുഗന്ധം കസ്തൂരിയുടെ സുഗന്ധമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ശുഹദാക്കളെ സംബന്ധിച്ച്, അള്ളാന്റെ മാർഗത്തിൽ ശരീരത്തിൽ മുറിവേറ്റ ആളുകളെ സംബന്ധിച്ച് ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളാണ് ദേഷ്യം അടക്കി വെക്കുന്ന ആളുകൾ, കോപം അടക്കി വെക്കുന്ന ആളുകൾ. സ്വർഗത്തിലുള്ള പ്രതിഫലങ്ങളെ കുറിച്ചോ അവിടെയുള്ള പ്രത്യേകതകളെ കുറിച്ചോ അല്ല പറയുന്നത്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ആ കോടതിയിൽ റബ്ബിന്റെ പരിഗണനയും പ്രത്യേകതയും സ്നേഹവും ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നതാണ്